നമസ്കാരം. ബഹുമതികൾ വാരിക്കൂട്ടുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2014 മുതൽ മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഇങ്ങോട്ട് രാജ്യത്തിനായി മികച്ച സംഭാവനകളാണ് നൽകിയിരിക്കുന്നത്. 2014 ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ വിദേശകാര്യ തലത്തിൽ വന്ന മാറ്റങ്ങൾ അതിശയകരമാണ്. ഈ 10 വർഷങ്ങൾ കൊണ്ട് നിരവധി രാജ്യങ്ങൾ തങ്ങളുടെ പരമോന്നത സിവിലിയൻ ബഹുമതികൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ഇതുവരെയായി 14 രാഷ്ട്രങ്ങളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തങ്ങളുടെ രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതാ രാഷ്ട്രീയ വാർത്തകൾ നൽകുന്ന ഓൺലൈൻ മാധ്യമമായ ടൈംസ് ആൽജിബ്രയുടെ 2024 മികച്ച വ്യക്തിക്കുള്ള അവാർഡിന് മോദി അർഹനായിരിക്കുകയാണ്. 2024 മികച്ച വില്ലൻ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ ചുമതലക്കാരനായ മുഹമ്മദ് യൂനസ് ആണ്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കുന്ന നേതാവാണ് ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനസ്. അവിടെ ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ഹിന്ദുക്കൾ വധിക്കപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ആക്രമണം സഹിക്കവയ്യാതെ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഹിന്ദുക്കളെ വരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയാണ്. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ ഇസ്കോൺ ക്ഷേത്രങ്ങളും ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെട്ടു. ഇസ്കോൺ മുൻ പ്രവർത്തകരും അവിടുത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്ത സ്വാമി ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. എന്നാൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം ഉണ്ടായത് വെറും വ്യാജ വാർത്തയാണെന്ന് പറയുന്ന നേതാവാണ് മുഹമ്മദ് യൂനസ്. ഇന്ത്യയിൽ അഭയം നേടിയ മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ട് ഇടയ്ക്കിടെ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട്. അതും മുഹമ്മദ് യൂനസ് തന്നെ. അതുപോലെ ബംഗ്ലാദേശിൽ കലാപം നടത്തിയ ജമാഅത്തെ പ്രവർത്തകരായ കോളേജ് വിദ്യാർത്ഥികൾക്ക് സ്വീകരണം നൽകാൻ അമേരിക്കയിൽ വിളിച്ചുകൂട്ടിയ ചടങ്ങിൽ ജമാഅത്തെ നേതാക്കൾക്കൊപ്പം പങ്കെടുത്ത നേതാവാണ് മുഹമ്മദ് യൂനസ്. ബിൽ ക്ലിന്റന് കൂടി പങ്കുള്ള ഒരു NGO സംഘടന നൽകിയ സ്വീകരണത്തിൽ മുഹമ്മദ് യൂനസ് പറഞ്ഞത് ബംഗ്ലാദേശിലെ ആക്രമണം ആസൂത്രിതമായ ആക്രമണം ആയിരുന്നു എന്നാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗത്തെ തെരുവുകളിലിറക്കി ആക്രമ സമരം നടത്തിയത് ആസൂത്രിതമായ കലാപം ആയിരുന്നു എന്നാണ്. 2024 ഏറ്റവും മികച്ച പരിപാടി അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങാണ്. രാമജന്മഭൂമി സമരത്തിൽ പങ്കെടുത്തവരും ഇന്ത്യയിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ട VIP-കളും ഉൾപ്പെടെ 7000 പേരാണ് അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ സംബന്ധിച്ചത്. അമിതാഭ് ബച്ചൻ, മുകേഷ് അംബാനി, സച്ചിൻ ടെണ്ടുൽക്കർ, ഗൗതം അദാനി എന്നിവർ ഉൾപ്പെടെ 506 VVIP-കൾ പങ്കെടുത്തു. 2024 ജനുവരി 22-നായിരുന്നു പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. ബാല്യകാലത്ത് ശ്രീരാമനെയാണ് ഇവിടുത്തെ വിഗ്രഹമാക്കിയിരിക്കുന്നത്. അരുൺ യോഗിരാജ് എന്ന ശില്പിയാണ് രാമനെ കൊത്തിയത്. പ്രാണപ്രതിഷ്ഠാ ദിനത്തിനാണ് ശ്രീകോവിലിലെ രാമവിഗ്രഹത്തെ ലോകം ദർശിച്ചത്. അതീവ വൈകാരികമായ നിമിഷമായിരുന്നു ഇത്. ഇന്ത്യയിൽ കോടികൾ TV ചാനലുകളിലൂടെ തത്സമയ സംപ്രേഷണം വീക്ഷിച്ചു. രാമക്ഷേത്ര ട്രസ്റ്റ് തന്നെയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നിർവഹിക്കാൻ മോദിയെ ക്ഷണിച്ചത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.